പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കുഴഞ്ഞു വീണു. ഇപ്പൊ ഞാൻ തന്നെ, നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ എന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. ഒരാൾ കുഴഞ്ഞു വീഴുമ്പോ തൊടയിൽ ഭക്ഷണസാധനം കുടുങ്ങിയപ്പോൾ മലപ്പാലം കുടുങ്ങിയാൽ ഒരാൾ ആശുപത്രി കൊണ്ടോ മരുന്നിൽ രക്ഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ എത്ര വലിയ അറിവുണ്ടെന്നും എത്ര ആരോഗ്യമുണ്ടെന്നും യാതൊരു കാര്യങ്ങളും എന്ന് തോന്നുന്നു. പിന്നെ കെമിസ്ട്രിക്കാർ ഒരാഴ്ച മുന്നെയാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ മുമ്പ് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കുഴഞ്ഞു വീഴുകയും ലക്ഷണം മരിക്കുകയും ചെയ്തു. രണ്ടാഴ്ചയായില്ല നമ്മുടെ പരിക്കളച്ച് വെച്ച് 41 വയസ്സുള്ള ഒരാൾ, ചെറുപ്പക്കാരൻ പറഞ്ഞ 41 വയസ്സ്, രജിസ്റ്റർ ഓഫീസിൽ ജോലി തന്നെയാണ് കുഴഞ്ഞു വീണ മനുഷ്യൻ. ചിലപ്പോൾ ഇത് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നറിയാതെ പാഴ്ച നിൽക്കാതെ ചിലപ്പോൾ അയാളെ രക്ഷിക്കാൻ കഴിയാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളിലേക്കാണ് ഞാൻ നടക്കുന്നത്. നിങ്ങളൊരു കലാപരിപാടി ഒരാൾ പറഞ്ഞു വിടുന്നു, എന്ത് ചെയ്യുക? ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ പറയാം, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ വീണുപോയി, നിങ്ങൾ എന്ത് ചെയ്യുക? പറയാം, എന്ത് ചെയ്യാം? എന്താ ചെയ്യാം? ആശുപത്രി കൊണ്ടോ ഉടനെ? ഇപ്പൊ ഞാൻ പറയാം, നോക്കാനാണ് എല്ലാവരും കലാപരിപാടി കാണാനായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ചെറിയൊരു പരിപാടി. ഒരു പരിപാടി ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അനുഭവസ്ഥ അതുകൊണ്ട് പറയുന്നതാണ്. ഇനി നോക്കാം, പരിപാടി അവതരിപ്പിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഞാൻ വീഴുന്നുണ്ടാവും. വെള്ളം കുടിക്കാൻ പറ്റില്ല ചിലപ്പോ, അല്ലെങ്കിൽ ഫോണെടുത്ത് ഉടനെ തന്നെ ലൈവ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വാട്സാപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഞാൻ സ്കൂട്ടിയും കൊണ്ട് വരുന്നു, എതിരെ വരുന്നവർ ട്രിപ്പിന്റെ അടിയിൽ പോകുന്നു, അത് തട്ടിത്തെറിപ്പിച്ച് വീഴുന്നു. കാണുന്നവരെന്ത് ചെയ്യും? വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ലൈവ് ഇട്ടിട്ട് ചിലപ്പോൾ ഞാൻ പടക്കുന്നത് കാണിച്ചു കൊടുക്കും. ഇതായിപ്പോ പല സ്ഥലത്തും കണ്ടുവരുന്നുണ്ട്. സത്യമല്ലേ? ബഹുമാനം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. കുഴഞ്ഞു വീഴുന്നു, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറഞ്ഞു വേഗം തട്ടി വിളിക്കുന്നു. വേഗം തട്ടി വിളിക്കാൻ വന്നാല് ഞാൻ ഷോക്ക് അടിച്ചിട്ട് വീണെങ്കിലോ? നിങ്ങൾ എന്നെ തട്ടി വിളിക്കാൻ വന്നാൽ ഞാൻ ഇവിടുന്ന് ഉറക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ഉറങ്ങില്ല, ഉറക്കാന്നുള്ളൂ. നിങ്ങൾക്ക് ഷോക്ക് അടിക്കും. നിങ്ങളെ കണ്ട മറ്റൊരാൾ വന്നാൽ അയാൾക്കോടി ഏതോ സിനിമയുണ്ട് മണിക്കൂടി ഇങ്ങനെ ഷോക്ക് അടിച്ച് കൊടുക്കുന്നത്, ഒരു സിനിമ എഴുതുന്നു. ആ അനുഭവം വേണ്ട. ഒരാൾ കുഴഞ്ഞു വീഴുന്നു, ഒരാൾ വെള്ളത്തിൽ വീഴുന്നു, ഒഴുകി പോകുന്നു. നിങ്ങൾ എടുത്തിയാവുന്നു രക്ഷിക്കാൻ പറ്റും, അല്ല ഞാൻ എടുത്തിയാവുന്നു, എനിക്ക് നീന്തം അറിയില്ല. എന്താ അവസ്ഥ ഉണ്ടാവുക? രണ്ടാളും പോയി. രക്ഷിക്കാൻ പോകാൻ ശരിയാവും, പക്ഷെ രണ്ടാളും പോയി. അതുപോലെ അങ്ങനെ വരുമ്പോ കോട്ടൂർ പാലത്തിനടുത്ത് ഒരാൾ കിടക്കുന്നു, വേഗം തട്ടി പിടിക്കാൻ വേണ്ടി പോകും. അല്ല നിങ്ങൾ ആരോടൊന്ന് വെള്ളം കൊടുക്കുന്നു, വെള്ളം എടുത്ത് കൊടുക്കുന്നു, നല്ല പൂസായിട്ടായിരിക്കും കിടക്കുന്ന എന്താ ചോദിക്കാം. മൂത്ത വെള്ളം വെച്ച് ആദ്യം നല്ല മൂത്ത് വിളിക്കും.
അല്ലെ പറയൂ ഞാൻ ഇന്നലെ നേരത്തെ കുടിച്ച ആ സ്പിരിറ്റ് മുഴുവൻ കാണുന്നത് ഇത് ചീത്ത ഞാൻ പറയാം. ഈ ഏതൊരു സിനിമയിലുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീൻ സേഫ്റ്റി എന്ന് പറയും. രക്ഷിക്കാൻ പോകുന്ന ആളുകളിന് ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നമ്മൾ തയ്യാറാവും. ആ സ്വാർത്ഥത എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാർത്ഥത പറയണ്ട, അത് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീന്തറിയാതെ ഞാൻ വെള്ളത്തിൽ തുല്ലിയാൽ ഞാനും പോയി അയാൾ പോയി നിങ്ങളും പോയി മറ്റാൾ പോയി. ഓർഡർ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ കാണുന്ന കാഴ്ച പലപ്പോഴും ആളുകൾ കിടക്കുന്ന കാണലുണ്ട്. അത് എവിടെയായാലും ഇതെങ്ങനെയാ കിടക്കുന്നത് എന്താണെന്നും അറിയില്ല. അത് എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു വിവരണം മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പറയുമ്പോൾ കാണിച്ചു തരൽ മാത്രമല്ല, നിങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ട് വരണം. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. ഓക്കെ.